കർണാടകയിൽ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവായി DK ശിവകുമാറിനെ തിരഞ്ഞെടുത്തു. സിദ്ധരാമയ്യയാണ് DKയുടെ പേര് നിർദ്ദേശിച്ചത്. യോഗത്തിൽ സിദ്ധരാമയ്യയുടെ പ്രവർത്തനങ്ങൾക്ക് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയവും പാസാക്കി. DKയ്ക്കായുള്ള മുദ്രാവാക്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇനി കർണാടകയിൽ DK യുഗമാണ്. 3-ാം തീയതിയാണ് സത്യപ്രതിജ്ഞ നടക്കുക. ലോക്ഭവനാണ് വേദി. ജോത്സ്യൻ നിർദ്ദേശിച്ച് നൽകിയതുപോലെയാണ് ഈ സമയവും സ്ഥലവും ഒക്കെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. KB ശ്രീധരൻ വിവരങ്ങളുമായിട്ടുണ്ട്. ശ്രീധരൻ, DKയ്ക്കായിട്ടുള്ള അഭിവാദ്യങ്ങൾ നമുക്ക് കേൾക്കാം. ഇനി DK യുഗമാണ് കർണാടകയിൽ. വിവരങ്ങൾ കർണാടക മുഖ്യമന്ത്രിയായി അടുത്ത ദിവസം സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന DK തന്നെ പാർലമെന്ററി പാർട്ടി നേതാവും. സിദ്ധരാമയ്യയാണ് DKയുടെ പേര് പറഞ്ഞതാദ്യം. G പരമേശ്വരയും ഇതിന് പിന്തുണ നൽകി. DK പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. കർണാടകയിൽ കോൺഗ്രസിന്റെ വിജയത്തിനു പിന്നിൽ തന്നെ എത്രമാത്രം DK ശിവകുമാർ എന്ന രാഷ്ട്രീയ നേതാവിന്റെ പ്രയത്നവും ബുദ്ധിയും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയാം. പിന്നീട് ഫോർമുല അനുസരിച്ചാണ് ഇപ്പോൾ ഈ നേതൃമാറ്റം ഉണ്ടാകുന്നത്. KB ശ്രീധരനുണ്ട്. ശ്രീധരൻ, കേൾക്കാമോ? അക്ഷയാത നേതൃമാറ്റത്തിനുള്ള ആ വഴി ഇപ്പോൾ ഒരുങ്ങിക്കഴിഞ്ഞു. സാങ്കേതികമായി ഇതാ DK ശിവകുമാറിനെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തു കഴിഞ്ഞു. ഇത് വിവരം ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചു. ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ ഒരു പ്രഖ്യാപനം ഇനി നടത്തും. ഇന്ന് വിധാൻസൗധയിൽ ചേർന്ന ഈ നിയമസഭാ കക്ഷി യോഗത്തിൽ DK ശിവകുമാറിനെ ഐക്യകണ്ഠേനയാണ് നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തത്. സിദ്ധരാമയ്യ പേര് നിർദ്ദേശിച്ചു. ആഭ്യന്തര വകുപ്പ് മന്ത്രി G പരമേശ്വര ഈ പേര് പിന്താങ്ങി. ഏതായാലും ഇപ്പോൾ നേതാക്കളെല്ലാം തന്നെ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സിദ്ധരാമയ്യ അതുപോലെ തന്നെ DK ശിവകുമാർ ഇവരെല്ലാം തന്നെ ഒരു വാഹനത്തിലാണ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. വൈകാതെ തന്നെ ലോക് ഭവനിലേക്ക് പോയി ലോക് ഭവനിൽ ചെന്ന് ഗവർണറെ കണ്ട് സർക്കാർ ഉണ്ടാക്കാനുള്ള അവകാശവാദം ഉന്നയിക്കും. നിലവിലേതായാലും നേതാക്കളെല്ലാം തന്നെ ഇതാ ഒരു വാഹനത്തിൽ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വലിയ തിരക്കാണ്. ആരാധകരുടെയും അനുയായികളുടെയും വലിയ തിരക്ക് തന്നെയാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കർണാടകയുടെ അടുത്ത മുഖ്യമന്ത്രിയായി DK ശിവകുമാറിനെ നിശ്ചയിച്ചുകൊണ്ടുള്ള ഒരു നടപടി ഇപ്പോൾ ഏതായാലും ഇപ്പോൾ അത് പൂർത്തിയാക്കിയിരിക്കുന്നു.